വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ കുട്ടികൾ ചോദിച്ച ചോദ്യമാണ്, എന്നാണ് SSLC റിസൾട്ട് വരിക, +1 റിസൾട്ട് എന്നാണ് വരിക, +2 റിസൾട്ട് എന്നാണ് വരിക എന്നൊക്കെ. ഏതായാലും ഏപ്രിൽ 3 മുതലാണ് വാല്യുവേഷൻ ആരംഭിക്കുന്നത്. നമ്മൾ ആൻസർ ഷീറ്റൊക്കെ നോക്കി തുടങ്ങുന്നത് ഏപ്രിൽ 3 മുതലാണ്. ഏകദേശം ഏപ്രിൽ 26 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ആൻസർ ഷീറ്റൊക്കെ അധ്യാപകർ നോക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പെട്ടെന്നുണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം +1 റിസൾട്ട് വന്നത് മെയ് 28 അതായത് ജൂൺ ആയിട്ടില്ല, മെയ് മാസം ലാസ്റ്റ് തന്നെ +1 റിസൾട്ട് വന്നു. +2 റിസൾട്ട് അതിനേക്കാൾ വേഗം വരും ചെയ്യും. +2 റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മെയ് തുടക്കത്തിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയാണ്. നേരത്തെ ആദ്യം വരുന്നത് +2 റിസൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാല്യുവേഷൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്, ആദ്യം ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആൻസർ ഷീറ്റ് നോക്കുന്നു. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷനാണ് നടക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഇയർ, അതിന് ശേഷമാണ് ഫസ്റ്റ് ഇയർ നോക്കുക. ഓക്കെ, എന്താ കാരണം? ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാലാണ് റിസൾട്ട് +2 റിസൾട്ട് പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണതങ്ങനെ. ചുരുക്കത്തിൽ കുട്ടികളെ SSLCയുടെ റിസൾട്ടായിരിക്കും ആദ്യം വരിക. ഓക്കെ, മെയ് തുടക്കത്തിൽ തന്നെ റിസൾട്ട് വരും. ശേഷം 2 ദിവസം കഴിഞ്ഞാൽ +2 വരും മെയ് തുടക്കത്തിൽ തന്നെ. മെയ് അവസാനമാകുമ്പോഴേക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഒരു മെയ് 28 +1 വന്നിരുന്നത്, ഏകദേശം അതിനു മുമ്പ് തന്നെ +1 റിസൾട്ടും വരും. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. എന്തായാലും റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ +1 +2 ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാം. താങ്ക് യു ഓൾ.